അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 19-ാം ദിവസം. സുഗ്രീവൻ വീണ്ടും പോരിനായി ബാലിയെ വിളിച്ച് കിഷ്കിന്ധാപുരത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് സുഗ്രീവൻ ക്രോധത്തോടെ സിംഹനാദം പുറപ്പെടുവിച്ചു. ഇത് കേട്ട് വിസ്മയം പൂണ്ട ബാലി യുദ്ധത്തിന് തയ്യാറായി വേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ താര കണ്ണീരോടെ ബാലിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് സംശയം കൂടാതെ പുറപ്പെടുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും ഒരു പോരിനായി വരുന്നു എന്നത് പിന്തുണയായി ഏതോ ബലവാൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ബാലീവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരിദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം. ബദ്ധവൈര്യം പുറപ്പെട്ടൊരു നേരത്ത് ഭർതൃരാഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി. മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ താരയും, ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ട് പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിയിടിനാൻ, ബാലേ ബലാലൊരു ശങ്കയുണ്ടാകോല കയച്ചീടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലേ, ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനോ. ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ, ബന്ധുവായുണ്ടാവനേകനെന്നാകിലോ. ഹന്തവ്യനെന്നാൽ അവനും അറിയുക നീ, ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ. ഭീരുവായുള്ളിലടച്ചത് ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരൽ വരുവൻ ഞാൻ. ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോട്, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന് പോയിതു താനേ മമ സോദനാംഗതനന്നേരം. കേട്ടോരു ദന്തമെന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീരാമൻ ദശരഥനയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ നന്ദനൻ. ലക്ഷ്മണനാകും അനുജൻ